ലോൺ ആപ്പ് സമ്മർദ്ദത്തെ തുടർന്നാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി RL നിതിൻ്റെ ജീവൻ ഒടുക്കിയതെന്ന പോലീസ് വാദം തള്ളി കുടുംബം. ലോൺ ആപ്പിലേക്ക് ചുരുക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് നിതിൻ രാജിന്റെ സഹോദരി നികിത രാജ് പറഞ്ഞു. എല്ലാവരും ചേർന്ന് നിതിൻ രാജിനെ കൊലപ്പെടുത്തിയതാണെന്നും സഹോദരി പ്രതികരിച്ചു. ആപ്പിലോണിൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ. നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ആപ്പിലോണിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ ചെയ്യൂല. ആ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പിലോണിൻ്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ച് സൂയിസൈഡ് ചെയ്തത്. കാര്യം ഈ ആപ്പിലോണിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. 12 മണി വരെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചവൻ അതിനുശേഷം മെസ്സേജും ഇല്ല. എന്ത് വിഷമമുണ്ടെങ്കിൽ അപ്പോഴും എന്നെ വിളിക്കണം എന്നാണ്. അന്ന് ആ റാമിൻ്റെ കാര്യം പോലും എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് അവനെ കൊന്നതാണ്. ഇതിനിടെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ ക്ലിനിക്ക് DYFI പൂട്ടിച്ചു. കണ്ണൂർ ചിറക്കുനിയിലെ ഡോക്ടർ റാം ദന്തൽ ക്ലിനിക്കാണ് പൂട്ടിയത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, ഇന്ന് കണ്ണൂരിൽ കടുത്ത പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസ് ഈ സംഭവത്തിന് നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് നടന്ന സംഭവങ്ങളുമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്നാണ്. എന്താണ് ഈ കാര്യത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ? ഏത് സ്വഭാവത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് കണ്ണൂർ സാക്ഷിയായത്? അതോടൊപ്പം തന്നെ റിനു ശ്രീധർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിനു, തിരുവനന്തപുരത്തെ കുടുംബത്തിന്റെ വിശദീകരണം എന്താണെന്ന് കൂടി നമുക്കറിയണം. ഞാൻ ആദ്യം പോകുന്നത് അജീഷിലേക്കാണ്. അജീഷ്, പറയൂ, എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ? നിലവിൽ പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ ഈ ആത്മഹത്യയിലേക്ക് നിതിൻ രാജിനെ തള്ളിവിട്ടതിൽ ഒരു കാരണം ഈ ലോൺ ആപ്പിന്റെ ഭീഷണിയും ഉണ്ടെന്നുള്ളതാണ്. ഈ ലോൺ ആപ്പിന്റെ ഭീഷണി എന്ന് പറയുമ്പോൾ ഈ നിതിൻ രാജിന്റെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു ഡോക്ടർ ലത. ഈ ലത നേരത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് നവംബറിൽ ഒരു പ്രശ്നമുണ്ടായ നിതിൻ നാട്ടിലേക്ക് പോയ സമയത്തും ഈ ലത എന്ന ഡോക്ടറാണ് നിതിനെ പിന്തുണച്ചത്. തിരികെ കോളേജിലേക്ക് വരാനും കൗൺസിലിംഗ് അടക്കം നൽകാനും അതിന് നേതൃത്വം നൽകിയതും ലത ഡോക്ടറായിരുന്നു. അതിനുശേഷം ഇതിന്റെ ഈ പഠനത്തെ സഹായിച്ചതടക്കം ഈ ഡോക്ടറായിരുന്നു. ഇതിന് ഇടയ്ക്കിടയ്ക്ക് സഹപാഠികളോട് പറയുകയും ചെയ്യുമായിരുന്നു. ഈ ഡോക്ടറിന്റെ നമ്പറാണ് ഈ ആപ്പിൽ, ലോൺ ആപ്പ് ഫെബ്രുവരി മാസത്തിലാണ് 14,000 രൂപ വായ്പ എടുത്തത്. ഈ വായ്പ എടുക്കുന്നതിൽ രജിസ്റ്റർ ചെയ്തത് നിതിൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചായിരുന്നെങ്കിലും അതിൽ റെഫറൻസ് ആയി കൊടുത്തത് ഈ ടീച്ചറുടെ നമ്പറായിരുന്നു, ലത ടീച്ചറുടെ നമ്പറായിരുന്നു. ഇതിനുശേഷം ഇത് മുടങ്ങിയപ്പോൾ ഈ ടീച്ചറുടെ നമ്പറിലേക്കും ഈ നിതിൻ്റെ ഫോൺ നമ്പറിനോടൊപ്പം തന്നെ ടീച്ചറുടെ നമ്പറിലേക്കും ലോൺ ആപ്പിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകളും ഭീഷണി സന്ദേശങ്ങളും കിട്ടിയിരുന്നു. ഏപ്രിൽ 9 മാത്രം നിതിൻ്റെ ഫോണിലേക്ക് 98 സന്ദേശങ്ങളാണ്, അത് ഫോൺ കോളുകളും മെസ്സേജുകൾ അടക്കമുള്ള ഭീഷണി സന്ദേശമാണ് കിട്ടിയത്. ഇതേസമയം ടീച്ചർക്കും ഇതേപോലെ സമാനമായിട്ടും ഭീഷണി കോളുകൾ പോയിരുന്നു. ആ സമയത്ത് ഈ അവിടുത്തെ അധ്യാപകർ പറയുന്നുണ്ടായിരുന്നു, ഈ നിതിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പോലും ടീച്ചർ വളരെയധികം അസുഖം അല്ലെങ്കിൽ സമ്മർദ്ദം നേരിടുന്ന രീതിയിലായിരുന്നു ടീച്ചറെ കണ്ടത്. അതെങ്ങനെയാണ് ടീച്ചർ ഇത് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. പ്രിൻസിപ്പലിന് പരാതി നൽകിയപ്പോൾ ഈ പ്രിൻസിപ്പൽ നിതിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഈ മരണത്തിന് തൊട്ട് മുമ്പാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിതിൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസിന് കിട്ടിയ CCTVയിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിനുശേഷമാണ് ഏതാണ്ട് 12:30 തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആയ മെഡിക്കൽ കോളേജിന്റെ 5ാം നിലയിൽ നിന്ന് നിതിൻ ചാടി ആത്മഹത്യ ചെയ്ത്. ഈ ടീച്ചറിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത് ഈ നിതിന് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നതായിട്ടാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൂടാതെ നേരത്തെ തന്നെ ഈ ഡോക്ടർ റാമിന്റെ ഭാഗത്തു നിന്നടക്കം നിതിന് കടുത്തമായിട്ടുള്ള വിവേചനങ്ങളടക്കം നേരിട്ടിരുന്നു, അധിക്ഷേപം നേരിട്ടിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് പ്രതിഷേധങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കണ്ണൂർ ചിറക്കുനിയിൽ ഡോക്ടർ റാമിനൊരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ തുറക്കുന്നില്ല. അവിടെയാണ് DYFIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം, 2 ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. അവിടെ എത്തിയ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയ ഉന്തും തള്ളും ഉണ്ടായി. പിന്നീട് പ്രതിഷേധക്കാർ അംബേദ്കറുടെ ചിത്രവും ഒപ്പം തന്നെ താഴിട്ട് പൂട്ടുകയും ചെയ്തു. ചിത്രം ആ ക്ലിനിക്കിന് മുന്നിൽ ഒട്ടിക്കുകയും ചെയ്തു. താഴിട്ട് ഈ ക്ലിനിക്ക് പൂട്ടുകയും ചെയ്തു. ഇപ്പോൾ ആ പ്രതിഷേധത്തിന് കൂടി വിവരങ്ങൾ അജീഷ് ജയകുമാർ നൽകി. നമുക്ക് കുടുംബം എങ്ങനെയാണ് ഈ സംഭവങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് നോക്കാം. റിനു ശ്രീധർ നമ്മളോടൊപ്പമുണ്ട്. റിനു, പോലീസിന്റെ കണ്ടെത്തൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന സംഭാഷണം, അതിനെ തുടർന്ന് കരഞ്ഞുകൊണ്ട് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന നിതിൻ്റെ ഈ CCTV ദൃശ്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചില നിഗമനങ്ങളിൽ പോലീസ് എത്തിയിട്ടുണ്ട്. ഇതിനെ പൂർണ്ണമായും
കുടുംബം തള്ളിക്കളയുകയാണോ? എന്തുകൊണ്ട്? പ്രിൻസിപ്പലിന്റെ മുറിയിൽ എന്തു സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ കുടുംബം, അതായത് സഹോദരിയും സഹോദരിയുടെ ഭർത്താവും പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ആ റൂമിനകത്ത് റാം എന്ന് പറയുന്ന അധ്യാപകൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. അതായത് അന്തിമമായിട്ടുള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടില്ല. കാര്യം ഈ ആപ്പാണ്, അല്ലെങ്കിൽ ലോൺ ആപ്പാണ് മരണകാരണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണെങ്കിൽ ഏതറ്റം വരെയും അതിനെതിരെ പോകും എന്നുള്ള ഒരു നിലപാടാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും നിതിൻ അങ്ങനെ മരിക്കില്ല. കാരണം വെറും 14,000 രൂപയാണ് ലോൺ എടുത്തത്. അത് 19,000 രൂപയിലേക്കായിരിക്കുന്നു. അത് അടയ്ക്കുവാനുള്ള തുകയടക്കം ഈ നിതിന് കൈമാറി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകില്ല. ആ കാരണത്താലല്ല നിതിൻ ആത്മഹത്യ ചെയ്തത്, നിതിനെ കൊന്നതാണ് എന്നുള്ള ആരോപണമാണ് ഈ സഹോദരി വളരെ വൈകാരികമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ അധ്യാപകർക്കെതിരെ തന്നെയാണ് ആരോപണം ഇവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ CCTV ലഭിച്ച പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്ന് ഈ ആത്മഹത്യ ചെയ്യുന്ന ദിവസം, നിതിൻ മരിച്ച ദിവസം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എന്തിനായിരുന്നു? ആ റൂമിനകത്ത് എന്താണ് സംഭവിച്ചത്? ഈ ടീച്ചറുടെ പേരിൽ ഒരു കാരണവശാലും നിതിൻ ലോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. റഫറൻസ് നമ്പറായിട്ട് നൽകിയിട്ടില്ല. കാരണം ഇതിലെ കോൺടാക്ട് ലിസ്റ്റുകളൊക്കെ എടുത്ത് വിളിക്കുന്നത് സാധാരണയാണ് ഈ ലോൺ ആപ്പുകളിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ. അതായത് നിതിന്റെ സഹോദരിയുടെയും അമ്മയുടെയും ഫോണിലേക്കും ഇത്തരത്തിലുള്ള സന്ദേശം എത്തിയിരുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഇവരുടെ എല്ലാം തന്നെ നമ്പറുകൾ അങ്ങനെ റഫറൻസ് ആയി കൊടുക്കുമോ എന്നുള്ളൊരു സംശയം ഇവർ വെക്കുന്നുണ്ട്. ഇതിലെ കോൺടാക്ട് ഡീറ്റെയിൽ എടുത്ത് ഇവർ വിളിച്ചതായിരിക്കാം. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, നിതിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് ഞങ്ങളെയല്ലേ അറിയിക്കേണ്ടത്? രക്ഷകർത്താക്കളെ ഇക്കാര്യം അറിയിക്കേണ്ടത്. അത് കോളേജ് അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമ്മലും ഇന്ന് വീട്ടിലെത്തി രക്ഷകർത്താക്കളുമായി സംസാരിച്ചു. അതിനുശേഷം നിലവിൽ ഇപ്പോൾ 4 അംഗ സംഘത്തിന്റെ ഒരു അന്വേഷണം സർവകലാശാലയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഗവർണറെ ഇക്കാര്യം ധരിപ്പിക്കും, ചാൻസലറായിട്ടുള്ള ഗവർണറെ ധരിപ്പിക്കും. ശക്തമായിട്ടുള്ള നടപടി ഇനി ഒരിക്കലും ഒരു കോളേജുകളിലും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാതിരിക്കുവാൻ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തു തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് മോഹനൻ കുന്നുമേൽ VC മാധ്യമങ്ങളെ കണ്ടറിയിച്ചത്. എന്തായാലും നിതിൻ ആത്മഹത്യ ചെയ്യില്ല, കൊലപാതകമാണെന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. GK. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും അതോടൊപ്പം അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്നുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.